പ്രസിഡന്റ് ട്രംപിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകളുമെല്ലാം ഒരു രീതിയിലും നമുക്ക് പ്രവചിക്കാനോ ഒരു യുക്തിഭദ്രമായിട്ട് ചർച്ച ചെയ്യാനോ പറ്റാത്ത രീതിയിലുള്ള പല പെരുമാറ്റങ്ങളും അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സമീപകാലത്തുണ്ടായ സംഘട്ടനം പോലും അദ്ദേഹമാണ് നിർത്തിയതെന്ന് എത്രയോ പ്രാവശ്യം ഒരു പ്രകോപനവും ഇല്ലാതെ പറഞ്ഞ് ഇന്ത്യയിലൊരു വിവാദം ഉണ്ടാക്കി. പക്ഷേ ഈ തീരുവയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ നന്നായി ശോഭിക്കാൻ കഴിയുന്ന ഒരു മേഖല എന്ന് പറയുന്നത് വാണിജ്യ മേഖലയാണ്. അദ്ദേഹം ഒരു ബിസിനസ് പശ്ചാത്തലത്തിൽ നിന്ന് വന്നതുകൊണ്ട് അന്തർദേശീയ രംഗത്തുള്ള ബാക്കി കാര്യങ്ങളെക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു മേഖല ബിസിനസ്സാണ്. ബിസിനസ് അറിയാവുന്ന ഒരാളാണ്, അതുവഴി ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കിയ ആളാണ്. പക്ഷേ ഈ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള തീരുവയിൽ ഇത്ര കടുംപിടുത്തമാണ് അദ്ദേഹം പിടിക്കുന്നതെങ്കിൽ, ഇത് അദ്ദേഹം പറയുന്നത് ശരിയാണ്, അതിൽ നിന്ന് അദ്ദേഹം മാറില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ, വാസ്തവത്തിൽ അദ്ദേഹം ഇന്നത്തെ ആനുകാലിക ഘട്ടത്തിൽ ഇന്ത്യ പോലത്തെ ഒരു രാജ്യവുമായി അടുത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അതിൽ നിന്നൊക്കെ മാറി വ്യത്യസ്തമായൊരു വഴി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കും പല വഴികൾ ചിന്തിക്കേണ്ടി വരും. അദ്ദേഹം ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവില്ലാഞ്ഞിട്ടല്ലല്ലോ. ഇപ്പോൾ റഷ്യയിൽ നിന്ന് നമുക്ക് എണ്ണയും നാച്ചുറൽ ഗ്യാസും ഒക്കെ കിട്ടാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ എത്രയായി. നമുക്ക് ആ നിലയിൽ ഇന്ന് നമ്മളെ പിന്തുണച്ചൊരു രാജ്യമാണ് റഷ്യ. അപ്പോൾ ആ റഷ്യയുമായിട്ടുള്ള ബന്ധങ്ങൾ നമുക്കൊരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രസിഡന്റ് ട്രംപ് ഒരു സമ്മർദ്ദ തന്ത്രമാണ് നടത്തുന്നത്. അതിന് മറ്റൊരു കാരണമുള്ളത് നമുക്ക് വളരെ നന്നായിട്ടറിയാം. ഉക്രൈൻ യുദ്ധത്തിൽ നമ്മളെടുത്ത നിലപാട് അത് അദ്ദേഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി വന്നു. അങ്ങനെയാണ് നമ്മളൊരു ന്യൂട്രലായിട്ട് നിന്നതിനെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. റഷ്യയെ നമ്മൾ സ്നബ് ചെയ്തില്ല, ഐക്യരാഷ്ട്രസഭയിലും മറ്റ് മേഖലകളിലും ഒന്നും നമ്മൾ വിമർശിക്കാൻ കൂട്ടാക്കിയില്ല. ആ ഒരു വാശിയും ട്രംപിന് ഇതിൻ്റെ പിറകിലുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉണ്ട്. അതേസമയം നമ്മുടെ രാജ്യവുമായിട്ട് ഇനി അടുത്ത വാണിജ്യ ചുങ്കം വേറെ വരുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ നടപ്പിലാക്കാൻ തുടങ്ങിയാൽ പ്രസിഡന്റ് ട്രംപിനോടൊപ്പം യോജിച്ചു പോകുന്ന എത്ര രാജ്യങ്ങൾ കാണും? മറ്റ് രാജ്യങ്ങളുമായിട്ടെല്ലാം അദ്ദേഹം ചുങ്കം കൂട്ടുകയും ഇതനുസരിച്ച് അമേരിക്കയ്ക്ക് ലാഭം കൂടുതൽ വേണം. അദ്ദേഹം ജയിച്ചത് നമുക്കറിയാം അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ നന്നാക്കാനാണ്. ഇങ്ങനെയാണോ സമ്പദ് വ്യവസ്ഥ നന്നാക്കുന്നത്? എടുക്കുന്ന നിലപാടുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ദേശീയ താല്പര്യം വേണം, പക്ഷെ അത് എത്ര ഇടുങ്ങിയതായി പോകുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് വാഷിംഗ്ടണും ഇന്ത്യയുമായിട്ടുള്ള ചർച്ചകൾ തുടരുകയാണ്, നാം സമവായത്തിലെത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും അദ്ദേഹം പറയുമ്പോൾ ആ സമവായം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? സമവായം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. റഷ്യയുമായിട്ടുള്ള ബന്ധങ്ങൾ നമുക്ക് ഒരു കാരണവശാലും കുറയ്ക്കാനോ വിച്ഛേദിക്കാനോ പറ്റില്ല. അപ്പോൾ ഈ സെസ് വരുന്ന നിലയ്ക്ക് അധിക ചുങ്കം വരുന്നത് 25 എന്നുള്ളത് ചിലപ്പോൾ കുറച്ച് 15 കൊണ്ടെത്തുമായിരിക്കും ഒരു സ്റ്റാൻഡേർഡ് എന്നുള്ള നിലയിൽ. നമ്മളത്തുള്ള അദ്ദേഹത്തിൻ്റെ ആക്ഷേപം നമ്മൾ കയറ്റുമതി ചെയ്യുന്ന കാര്യങ്ങൾ അതിന് പുറമെ അമേരിക്കയിൽ നിന്ന് ഇറക്കുന്ന സാധനങ്ങൾക്ക് നമ്മൾ അധിക ചുങ്കം തീരുവ വളരെ കൂടുതലാണെന്നുള്ളൊരു പരാതിയാണ്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന അപ്പോൾ ഒരു തീരുവ യുദ്ധമാണ് വരണമെങ്കിൽ രണ്ട് കൂട്ടർക്കും ജയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വിൻ വിൻ സിറ്റുവേഷൻ അല്ല വരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രകോപനം അദ്ദേഹത്തിൽ നിന്നുണ്ടായത് കൊണ്ടല്ലേ. അത് നമ്മളാദ്യം കുറയ്ക്കണം എന്നായിരിക്കും അത് പറയുന്നത്. അപ്പോൾ ഒരു സമവായം വരണമെങ്കിൽ നമ്മളും അമേരിക്കയും ഒരുപോലെ കുറയ്ക്കുന്ന ഒരു സാഹചര്യം എത്താൻ പറ്റുമോ? അങ്ങനെ ഒരു കൺസെൻസസ് ആണോ അദ്ദേഹം ആഗ്രഹിക്കുന്നത്? എന്തായാലും ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഇന്ന് നമ്മൾ വായിച്ചതുമാണ്, ഇന്ത്യയുമായിട്ട് വളരെ കുറച്ച് ബിസിനസ്സേ നമ്മളിപ്പോൾ ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അത് എത്രത്തോളം ശരിയാണ്? കാരണം 91 ശേഷം ആഗോളീകരണത്തിന് ശേഷം അമേരിക്കയുമായി എന്തോരം ബിസിനസ് നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ആ ബന്ധങ്ങൾ വർദ്ധിപ്പിച്ചു. മാത്രമല്ല നമ്മുടെ ആൾക്കാർ അവിടെ പോയി ജോലി ചെയ്യുന്നു. അതൊക്കെ അദ്ദേഹത്തിന് പ്രകോപനം ഉണ്ടാക്കുന്ന ചില മേഖലകളുണ്ട്. അപ്പോൾ അവിടുത്തെ തൊഴിലില്ലായ്മയുടെ ബാക്കി പ്രശ്നങ്ങൾക്കെല്ലാം നമ്മൾ കാരണക്കാരാണ് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്കാരാണ് ഈ ശല്യങ്ങൾ ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് പല സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നുണ്ട്.